ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് ഇന്ന് നമ്മൾ തൃശ്ശൂർ മാജിക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ഹോം മത്സരമാണ്. ഓക്കെ, സോ കണ്ണൂർ വാരിയേഴ്സ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കളി. അപ്പോൾ നമ്മളെല്ലാ പിള്ളേരും ഉണ്ട് കേട്ടോ. ഇവൻ പിന്നെ വാണിയംകുളത്തേക്ക് പോണ്. ഓക്കെ, സോ കിരൺ, അബി, ശ്രീലാൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും തൃശ്ശൂർ കണ്ണൂരിനെ മലർത്തിയടിക്കും, കണ്ണൂരിനെ എടുത്ത് വെളിയിലിടുന്നതാണ് പ്രതീക്ഷ. കാരണം കണ്ണൂരിന് ഇത് ജയിച്ചേ വെച്ചു, അവർക്ക് ജീവമരണ പോരാട്ടമാണ്. ബട്ട് തൃശ്ശൂർ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്, എനിക്ക് അറിയാലോ. 17 പോയിൻ്റായിട്ട് 2ാം സ്ഥാനത്ത് തന്നെ തൃശ്ശൂരുണ്ട്. ഇനിയിപ്പോൾ ആര് ജയിച്ചാലും തൃശ്ശൂർ 2ാം സ്ഥാനത്ത് തന്നെ കാണും. അപ്പോൾ ഇത് അവസാന ഹോം മത്സരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനൽ ഫസ്റ്റിലേക്ക് ചിലപ്പോൾ എന്തായാലും തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ടിനായിരിക്കും. എങ്കിൽ കൂടി ഗ്രൂപ്പ് സ്റ്റേജിലത്തെ ലാസ്റ്റ് മത്സരം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് പ്രഡിക്ഷനിക്ക് പോവാം. അപ്പോൾ അതിന് തന്നെ എൻ്റെ പ്രഡിക്ഷൻ പറയാം. ഇന്നൊരു 2-1 തൃശ്ശൂർ വിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എടാ, ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ പറയും. എൻ്റെ ഏകദേശം ഒരു 2-1 എങ്ങനെയും പിടിച്ചിരിക്കണം. ഓക്കെ, 4-1 തൃശ്ശൂർ ജയിക്കും. ഓക്കെ, 4-1 തൃശ്ശൂർ ജയിക്കുന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് മൊയിൽ കളിയാണ് വരുന്നില്ല, മൊയിലിൽ ചോദിക്കുക. 3-1 തൃശ്ശൂർ ജയിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ശ്രീലാലിൽ ചോദിക്കാം കേട്ടോ. 1-1 ഡ്രോ. ഓക്കെ ഐസ്, അപ്പോൾ ശ്രീലാലിൻ്റെ പ്രഡിക്ഷൻ 1-1 ഡ്രോയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ കളി എന്താവുമെന്ന്. സോ തൃശ്ശൂർ വേഴ്സസ് കണ്ണൂർ, ഹിയർ വി ഗോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ ഹോം സ്റ്റേഡിയമായ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇന്ന് നമുക്ക് കണ്ണൂർ വാരിയേഴ്സ് ആയിട്ടുള്ള അവസാനത്തെ ഹോം മത്സരമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കന്മാരൊക്കെ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥ് ഉണ്ട്, അതുപോലെ തന്നെ പ്രഭ, പിന്നെ അവിടെ അമറുണ്ട് കേട്ടോ പ്രാവശ്യം. സോ എന്തായാലും നമുക്ക് ഇവരുടെ പ്രഡിക്ഷനും കാര്യങ്ങളും ചോദിക്കാം. പ്രഭ, ഇന്ന് നമ്മുടെ കണ്ണൂരിന് ക്രൂഷ്യൽ മാച്ചാണ്, പക്ഷേ എതിരാളി നമ്മളായി പോയി. ഇപ്പോൾ എന്തായാലും പ്രഡിക്ഷൻ പറയും. 3-0. ഓക്കെ, പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ക്രൂഷ്യൽ മാച്ചാണ്, നമുക്കിതൊരു കളിയായിരിക്കും. അപ്പോൾ ഡിഫൻസ് പിടിച്ച് നമ്മളൊരു ഗോൾ ജയിക്കും. ഓക്കെ, ഇനി നമുക്ക് അമറിനെ ചോദിക്കാം. പ്രഡിക്ഷൻ പറയും. ഇന്ന് തൃശ്ശൂർ 2 അടിക്കുന്നതാണ് ഒരു വിശ്വാസം. 2-0 തൃശ്ശൂർ ജയിക്കും. ഓക്കെ ഐസ്, അപ്പോൾ എല്ലാവരും പ്രഡിക്ഷൻ കേട്ടില്ലേ? എന്തായാലും നമ്മൾ എല്ലാം തൃശ്ശൂരുകാരാണ്, അപ്പോൾ തൃശ്ശൂർ ജയിക്കുന്ന തന്നെയാണ്. ബട്ട് കണ്ണൂരിന് ഇത് ക്രൂഷ്യൽ മാച്ചാണോ, അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ കാണാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഇവിടെ അഫ്സലും കൂടി ഉണ്ട്. സോ അഫ്സലിൻ്റെ അടുത്തുകൂടി നമുക്ക് പ്രഡിക്ഷൻ ചോദിക്കാം. അഫ്സലെ, പ്രഡിക്ഷൻ പറയും. ഇന്നത്തെ മാച്ച് 2-1 തൃശ്ശൂർ ജയിക്കും. ഓക്കെ, അഫ്സലും പറയുന്നത് തൃശ്ശൂർ ജയിക്കുന്ന തന്നെയാണ്. നമുക്കെന്തായാലും കണ്ടു തന്നെ അറിയാം. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ മുൻ സുഹൃത്തുണ്ട്, അല്ല ഇപ്പോഴും സുഹൃത്ത് തന്നെ കേട്ടോ, അലൻ ഡേവിസ് ഉണ്ട്. സോ ചെക്കൻ്റെ ഒപ്പം കസിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് എന്തായാലും നമുക്ക് പ്രഡിക്ഷൻ ചോദിക്കാം. എടാ, പ്രഡിക്ഷൻ പറയും. തൃശ്ശൂർ 1-0. തൃശ്ശൂർ 1-0. എടാ, നിന്റെ പ്രഡിക്ഷൻ പറയും. മൈക്ക് കൊടുക്കറക്കിന്. തൃശ്ശൂർ 1-1. ഓക്കെ, ഇതാണ് അവരുടെ പ്രഡിക്ഷൻ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഗൈസ്, നമ്മുടെ നാട്ടുകാരൻ ജിബിൻ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. ജിബിൻ ഇതാ നമ്മുടെ ചോന്ന് കൂട്ടിയിട്ടില്ല, അതാണ് നമ്മുടെ ജിബിൻ. ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജയിക്കില്ലേ? എത്ര കഴിക്കുക? 3-2. ഇന്ന് ഫുള്ള് ഇന്ത്യൻ പ്ലേസ് ആട്ടോ. അറിയോ? പ്ലേസിനൊക്കെ അറിയോ? നമ്മുടെ നാട്ടുകാരുണ്ട് ജിബിൻ, അഫ്സലിനെ അറിയാം. സോ ഗൈസ്, ചെക്കന്മാരുടെ നാട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ജയിക്കും പ്രതീക്ഷിക്കാം. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ശരി ഗൈസ്. കണ്ണൂരിനൊരു ഫ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിന് ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ ബോളായി ഗൈസ്, കോർണർ. സെക്കൻഡ് കണ്ണൂരിനൊരു കോർണറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് തൃശ്ശൂരിൽ നിന്ന് ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ട് കളിക്കണത്. കണ്ണൂരാണെങ്കിൽ അവരെ ഫുൾ സ്കോഡ് ഇറക്കിയിട്ടുണ്ട്, കാരണം അവർക്ക് ഇന്ന് ജയിച്ചാൽ മതിയാവും. എന്തായാലും കണ്ണൂരിനെ ഫുൾ അച്ചാക്ക് കണ്ണൂരിനാണ്. തൃശ്ശൂർ അങ്ങനെ ഇതായിട്ടില്ല, അച്ചാക്ക് തീരെ പോരാ. ഫുള്ള് ഡിഫൻസീവ് ഗെയിമാണ്. തൃശ്ശൂർ അറിയാം, ഫുൾ സീസൺ ഡിഫൻസീവ് ഗെയിമിൻ്റെ ആയിരുന്നു. ബട്ട് അന്നൊക്കെ നമുക്ക് മെയ്സൺ ആൽവസും ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല, ഫസ്റ്റിൽ കണ്ടിട്ട് അധികം പ്ലേസ് ഒന്നുമില്ല. എന്തായാലും നോക്കി നോക്കാം കളി എന്താവുമെന്ന്. വിജയപ്രതീക്ഷ കുറച്ച് കുറഞ്ഞു, എന്നാലും നമ്മുടെ പിള്ളേർ ജയിക്കുന്നതാണ് പ്രതീക്ഷ. ഗൈസ്, അപ്പോൾ പൊന്നാനിന്ന് നമ്മുടെ അഫ്സലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നാട്ടുകാരത്തെ പിള്ളേർ കിട്ടോ. സോ ചെക്കന്മാർ രക്ഷയില്ല. ചെക്കൻ ഗോളടിക്കോ? അപ്പോൾ പിള്ളേർ ഗോളടിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കണേ. എന്തായാലും നോക്കി നോക്കാം. ഗൈസ്, ബാക്ക് ടു ബാക്ക് നമ്മുടെ കണ്ണൂരിൻ്റെ കോർണർ തന്നെയാണ് കേട്ടോ. അഗെയിൻ ബട്ട് തൃശ്ശൂർ ഡിഫൻസ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ദാറ്റ്സ് പ്രോപ്പർ ക്ലിയറൻസ്. ഗൈസ്, കണ്ണൂർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ണൂർ അടിച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ണൂർ സ്കോർസ്. ഗൈസ്, കണ്ണൂർ ഫാൻസ് കേട്ടോ, ഒരു രക്ഷയില്ല.
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ കറന്റ് 1-0 പിന്നിലാണ്. മെയിൻ സംഭവം എന്താ വെച്ചാൽ ഫുൾ ഇന്ത്യൻ സ്കോഡാണ് നമ്മൾ കളിക്കുന്നത്. കണ്ണൂരാണെങ്കിൽ ഫോറിനേഴ്സൊക്കെ വെച്ച്, കാരണം അവർക്ക് മസ്റ്റ് വിൻ ഗെയിമാണ് ഇന്ന്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് അവർ നന്നായി ഡോമിനേറ്റ് ചെയ്തു, ഗോൾ സ്കോർ ചെയ്തു, ഒരെണ്ണായിട്ട് മോളിയേറാണ്. ഓക്കെ, എന്തായാലും സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുക. എങ്കിൽ കൂടിയും ഇന്ത്യൻ പ്ലേയേഴ്സിനോട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം മെയിൻ പറയുകയാണെങ്കിൽ ഫിറ്റ്നസിൻ്റെ പ്രശ്നം തന്നെയാണ് ഗൈസ്, നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ നമുക്ക് ചെക്കന്മാരുടെ അടുത്ത് ചോദിക്കാം. സോ ഇതിനെ ഇവിടെ പ്രഭ ഉണ്ട് ഇവിടെ. സോ പ്രഭ, ഫസ്റ്റ് ഹാഫിലത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? സ്റ്റാഫ് നമ്മൾ വൻ ഷോയും കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു മറ്റേ ആത്മാർത്ഥമില്ലാത്തോളം കളി, എന്തിനോ വേണ്ടിയുള്ളൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്ന് വെച്ചാൽ നല്ല രസത്തിൽ അറ്റാക്ക് ചെയ്തും ഡിഫെൻസ് ചെയ്തും നല്ല രസത്തിൽ കളിക്കുന്നുണ്ട്. എന്തിനോ എന്താണ് ഒരു കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഫാൻസ്, അത് പറയണ്ട. അങ്ങനെ നോക്ക്, കണ്ണൂരിന്റെ ഫാൻസായിട്ട് നമ്മുടെ ഫാൻസായിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ ഫാൻസായിട്ട് എന്തോ മറ്റേ മരണം വീട്ടിൽ വന്നിരിക്കണേ, എന്താ മനസ്സിലാവണല്ലോ എന്താ കാര്യം എന്നുള്ളത്. ഇവര് കുറച്ച് പേര് അവരെ വാറാക്കിയാണ്. പക്ഷേ ഫാൻസും കളി സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാൻ എന്താവുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ശകുനോട് ചോദിക്കാം, റിവ്യൂ പറയും. ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഓൾറെഡി സെമി കയറിയിട്ടുള്ള കേക്ക്. കഴിഞ്ഞ കളിയുടെ അവസാനം മൂപ്പര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കണ്ണൂരെ നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടടാ. അപ്പൊ നോക്കി നോക്ക, ആര് പറയും? കണ്ണൂർ FC രക്ഷിക്കാൻ തൃശ്ശൂരുകാരുണ്ട്. ഞങ്ങളുടെ അവതാരം കൊണ്ടാണ് അവർ ജയിക്കണത്. അപ്പോ ഫസ്റ്റ് ഹാഫിലെ റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി സെമിയിൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഒരു മോശം കളി കളിച്ചോണ്ടിരിക്കണത്. കണ്ണൂർ നല്ലപോലെ ചത്ത് കളിക്കുന്നുണ്ട്, അത് നല്ലപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് ഒന്നും ചെയ്യണില്ല തന്നെ പറയാം. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഫാൻസ്, അവരും കണക്കാ പ്ലേയേഴ്സും കണക്കാ. സോ എന്തായാലും നമ്മുടെ കിരൺ ഉണ്ട് അപ്പുറത്ത്. സോ കിരണിന്റെ അടുത്ത് ചോദിക്കാം, കിരണേ ലാസ്റ്റ് മാച്ച് റിവ്യൂ. വളരെ മോശം കളിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബി ടീം ഇറങ്ങിക്കണേ, നമുക്ക് ജയിക്കണം എന്നല്ല വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ക്വാളിഫൈ, അവർക്കാണ് ജയിക്കണം നിർബന്ധം. അപ്പൊ അവര് കളിക്കട്ടെ. കൊടുക്കണതാ, ജയിച്ചോട്ടെ. കണ്ണൂരിന് മസ്റ്റ് വിൻ ഗെയിമാണ് ഗൈസ്. അപ്പോൾ കണ്ണൂർ എങ്ങനെ ചത്ത് കളിക്കും? നമ്മൾ ഓൾറെഡി 17 പോയിന്റ് ആയിട്ട് 2ാം സ്ഥാനം സേഫാണ്. അവരിനിപ്പോൾ 2 കളിയൊന്നുമില്ല ജയിക്കുക, 1 കളിയുള്ളൂ. അത് ജയിച്ചാലും അവിടെ തന്നെ കിടക്കും. സോ സെക്കൻഡ് ഹാഫ് എന്തായാലും മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുക. നമ്മുടെ നാട്ടുകാരനൊക്കെ ഉണ്ട്, ചെങ്ങായി അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. ജിബിൻ കഴിഞ്ഞോട്ട സ്പോർട്ടിംഗ് ബാംഗ്ലൂരിൽ കളിച്ച പ്ലെയറാണ്. അപ്പോൾ ചെക്കുണ്ട്. അതുപോലെ തന്നെ അവിടെ പിള്ളേരുടെ അഫ്സലുണ്ട്. സോ പിള്ളേരുണ്ട് ബാനറൊക്കെ വെച്ചിട്ട് ചെക്കന്മാർ ഒരു രക്ഷൂല. എടാ സെക്കൻഡ് ഹാഫ് അടിക്കും, അഫ്സൽ അടിക്കും തന്നെ പറയുന്നത്. അഫ്സലടിക്കും. ഓക്കെ, സോ എന്തായാലും രണ്ടാമത്തെ പകുതി തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെ നോക്കാം നമുക്ക്. കണ്ണൂരിന് വേണ്ടി ഒരു ഫ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കീൻ ലൂയിസാണ് എടുക്കുന്നത്. കീൻ ലൂയിസിന്റെ ഗോളി പിടിച്ചു ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫിന്റെ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. കളി പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കളിക്കുന്നത് പറഞ്ഞ പോലെ നമ്മുടെ കണ്ണൂരിനെയാണ്. തൃശ്ശൂരിന് ഇവിടേക്ക് നമ്മൾ ഇരിക്കണേ, ഇവിടേക്ക് ഒരു ഷോട്ട് പോലും അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും നോക്കി നോക്കാം. ഇനി ഗോൾ അടിക്കാൻ ചാൻസ് കുറവ് തന്നെയാണ്. നോക്കാം നമുക്ക്. ഗൈസ് അപ്പോൾ തൃശ്ശൂരിൻ്റെ ഫ്രീ കിക്ക് കണ്ടോ, നല്ലൊരു ക്രോസ് വന്നിട്ടുണ്ട്. ഓ കട്ടാത്ത ക്ലിയറൻസ് ആണ് ഗൈസ്. ഇവിടെ വിങ്ങിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗോൾ കീപ്പർ സിമ്പിൾ ക്യാച്ച് ഗൈസ്. തൃശ്ശൂരിന് എക്സ്ട്രാ ടൈമിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ചാൻസ് ഒക്കെ വേണമെങ്കിൽ പറയാം. നോക്കിയോ ഗൈസ്. ഓക്കെ, ഒരുവിധ മിസ്സായിട്ട്. ഓക്കെ, ജിബിനാണ് ഗൈസ്. ജിബിൻ ഒരു കോർണറാണ് ഗൈസ്. ലോങ് ത്രോ ഉണ്ട് ഗൈസ്. ലോങ് ത്രോ ആണ്. അവസാനം പിടിച്ചാണ്ടോ തൃശ്ശൂരിൻ്റെ. അതും പോയി. ഇപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഗൈസ്. ഗോൾ അഡ്വാൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. അവസാന മിനിറ്റിൽ ഇരുമ്പി കയറണമെന്ന് പറയാൻ ഒരു ആഗ്രഹമില്ല. ഓക്കെ, ലോഫ്റ്റഡ് ബോളാണ്. ഓക്കെ, ഫൗൾ വിൻ ചെയ്ത് ഗൈസ് അവിടെ കണ്ണൂർ. അപ്പോൾ ഈ കളി ഏകദേശം തീരുമാനമായി ഗൈസ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ലാസ്റ്റ് ഫ്രീ കിക്ക് ചാൻസ് ആണെങ്കിൽ പറയട്ടോ. വീണ്ടും എക്സ്ട്രാ ടൈമിൽ വീണ്ടും ഒരു ഫ്രീ കിക്ക്, അതേ പൊസിഷൻ. നല്ല ഡെലിവറി വരികയാണെങ്കിൽ നോക്കാം. ഓക്കെ, ഇത് മിക്കവാറും രണ്ടാമത് പറഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ണൂരിൻ്റെ കൗണ്ടറാണ്. കണ്ണൂർ വാരിയേഴ്സിൻ്റെ കൗണ്ടറാണ് ഗൈസ്. ഓക്കെ, ക്രോസ്. ഓക്കെ, അവിടെ കീൻ ലൂയിസ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ണൂർ രണ്ടാമത്
രണ്ടാമത്തെ അടിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ണൂരപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. അവർക്ക് ക്രൂഷ്യൽ മാച്ചായിരുന്നു. സോ ഇറ്റ്സ് 2-0 ഇൻ തൃശ്ശൂർ. ഗായ്സ് ഇതാ കണ്ണൂർ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവർ ഈ കളി ജയിക്കണമായിരുന്നു, കാരണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട കളിയാണിത്. തൃശ്ശൂർ നല്ല രീതിയിൽ തന്നെ ലൂസാക്കിയിട്ട് ടീം ഇറക്കി. അപ്പോൾ മുഞ്ചി ഒന്നും പറയല്ല. ഗൈസ് തൃശ്ശൂരിൻ്റെ ഫാൻസ് അവിടെ ആഘോഷിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ടീമാണ്. നമുക്കിത് വെച്ചാൽ എല്ലാ പ്ലേയേഴ്സിനും ഒരു അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കളിച്ച കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ന്യായീകരണമല്ല, ബട്ട് പറയാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, കാരണം എല്ലാ പ്ലേയേഴ്സിനും ചാൻസ് കൊടുക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ കട്ടിമണിയായിരുന്നു ഗോളി, സെക്കൻഡ് ഹാഫിൽ സബ്ബർക്ക് തേർഡ് ഗോൾ കീപ്പർ ഇറക്കി. സോ തൃശ്ശൂരിന് ഇത് ഹോം മത്സരത്തെ ഹാപ്പി എൻഡിങ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ക്വാളിഫൈഡ് ടീമാണ്. എങ്ങനെ ഒരു സെക്കൻഡ് തന്നെ ആയിരിക്കും ടീം. ഓക്കെ, സോ ഇത് ഗൈസ് നമ്മളെ കണ്ണൂരിൻ്റെ പ്ലേയേഴ്സ് ഫാൻസിനെ അഭിസംബോധന ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ നന്നായി കളിച്ചു. കണ്ണൂരിൽ നിന്ന് കിടലായിട്ട് കളിച്ചു. 2 ഗോളിന് അവർ ജയിച്ച്. ഓക്കെ, ഫാൻസ് ഇവിടെ ഉണ്ട്. അവരുടെ ഫാൻസ് അടിപൊളി കേട്ടോ. ഒരു 2 വണ്ടിക്കുള്ള ആൾ വന്നിട്ടുണ്ട്. അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന സിദ്ധാർത്ഥും ടീമാണ്. ഓക്കെ, സിദ്ധാർത്ഥ് നിന്നെ രക്ഷിക്കാൻ ആരുണ്ടാ ഡയലോഗ്. പ്ലേയേഴ്സും ഫാൻസും കൂടിയിട്ട് കെട്ടിപ്പടുത്തും ഇമോഷൻസ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫുട്ബോൾ. നല്ല കളിയായിരുന്നു അവർ. കണ്ണൂർ പക്ഷെ കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ മലപ്പുറത്തിൻ്റെയും ട്രിവാൻഡ്രത്തിൻ്റെയും കളി. ഓക്കെ, അതും കൂടി അവർക്ക് നോക്കേണ്ടി വരും. കാലിക്കറ്റിന് കളി തിരുവനന്തപുരമായിട്ടും അതുപോലെ തന്നെ മലപ്പുറത്തിന് കളി കൊച്ചിയായിട്ടാണ്. സോ കൊച്ചിയും കാലിക്കറ്റും ഖനിയണം ഇനി ഇവർ ജയിക്കണമെങ്കിൽ. നമ്മളിപ്പോൾ കണ്ണൂർ ഫാൻസ് ഉണ്ട് കേട്ടോ. സോ അവർക്ക് കളിയെ കുറിച്ചുള്ള പറയാൻ എന്താണെങ്കിൽ നോക്കി നോക്കാം. കളി എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി നോക്കുകയാണെങ്കിൽ? ടോട്ടലി വൻ കളിയായിരുന്നു. ഹോമിൽ നമ്മൾ ഏകദേശം കടപടണം പരിപാടിയായിരുന്നു. എവേയിൽ നമ്മൾ ഏതായാലും കത്തിച്ച് ഇനി അങ്ങോട്ട് എവേ തന്നെ ആയിരിക്കണം. ഗൈസ് എവേയില് കണ്ണൂരിന് എല്ലാം വെച്ച് പെർഫോമൻസ് ഇപ്രാവശ്യമില്ല കേട്ടോ, കാരണം എല്ലാ കളിയും വേണ്ട എവ ഒരു രക്ഷയില്ല. പക്ഷെ ഹോമിൽ നിരാശപ്പെടുത്തി അടുത്തോട്ട് എന്തായാലും പിടയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുക, കാരണം ഫാൻസ് പവർ ഒരു രക്ഷയില്ല കണ്ണൂരിൻ്റെ. ഫസ്റ്റത്തെ കളി തന്നെ തൃശ്ശൂർ നല്ല പ്രഷറിൽ കളിച്ചായിരുന്നു. അവിടെ ഞങ്ങളൊപ്പം ആയിരുന്നില്ല ഫസ്റ്റ് കളി ഉണ്ടായിരുന്നു. കിടിലൻ ആംബിയൻസ് കേട്ടോ കണ്ണൂർ. എന്തായാലും അടുത്തോട്ടം പോയിട്ട് അവിടെ കളി കാണണം. എന്തായാലും ഗൈസ് പെടാം എന്ന് പറയില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ കോച്ചും സകലകല വല്ലഭനുമായ ഉബൈദ് ഭായ് ഉണ്ട്. ഉബൈദ് ഭായ്, ഇന്നത്തെ കളി കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുക? താങ്കളുടെ ഫ്രണ്ടായ കട്ടിമണിയൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവരും പെർഫോമൻസിനെ കുറിച്ചിട്ട് അഭിപ്രായം. ഫസ്റ്റ് കളിയല്ലേ SLK കാണുന്നത്? ഫസ്റ്റ് കളിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കട്ടിമണി ടിക്കറ്റ് തന്നുകൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂർ മാജിക്കിൻ്റെ ഫാനായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കളി തോറ്റു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇന്നല്ല ഓരോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കളി നമുക്ക് ഒരു 100% എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടിയില്ല. കാരണം ഓൾറെഡി ഒരു മന്ദഗതിയിലാണ് തൃശ്ശൂർ പോയിരുന്നത്. പിന്നെ കണ്ടിന്യൂസ്ലി അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കണം, കാരണം കണ്ണൂരിന് ഈ കളി ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കണ്ണൂർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് പോയിക്കൊണ്ടേ നിൽക്കുന്ന വിങ്ങർ 30 നമ്പർ തോന്നുന്നുണ്ട് സിനാനോ, ആ പ്ലെയർ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. ആ പ്ലെയർ അസാധ്യ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയർ അത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്യണ്, നന്നായി കളിക്കുന്നത് കണ്ണൂർ. കാരണം കണ്ണൂരിന് ജയം നിർബന്ധമാണ്. അവർ മരിച്ച് കളിച്ചു കൊണ്ടുവന്ന്. പക്ഷേ തൃശ്ശൂർ ഒരുപാട് പ്ലെയേഴ്സിനൊന്ന് ഫീൽഡിൽ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കളി ലാസ്റ്റ് മിനിറ്റത്തെ ഗോൾ നമുക്ക് പിന്നെ കൂട്ടണ്ട, കാരണം അതൊരു കൗണ്ടറാണ്. എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഗോൾ അടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഗോളിന് നമ്മൾ തോറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവസാന നിമിഷം എന്തായാലും അങ്ങനത്തെ ചാൻസുകളൊക്കെ ഗോൾ വരും. പക്ഷേ എന്തായാലും തൃശ്ശൂർ ക്വാളിഫൈ ചെയ്തു. അപ്പോൾ പ്ലെയേഴ്സിന് റെസ്റ്റ് കൊടുക്കുക, വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ. അതെ അതെ, അതുകൊണ്ട് പ്രശ്നമില്ല, കളി തോറ്റാലും പ്രശ്നമില്ല. അതെ, നമ്മുടെ മെയിൻ ഡിഫൻഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല, അതിന് ടീമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സെമിയിൽ നല്ല പെർഫോമൻസ് കളിച്ചേക്കുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ കളി കാണാൻ വന്ന ആരാധകർക്ക് അതൊന്നും അറിയില്ല. ആരാധകർക്ക് ദേഷ്യം വരും. എന്തായാലും കളി ഓക്കെ, എന്തായാലും സെമി ഫൈനലിൽ ജയിക്കട്ടെ, ഫൈനൽ കപ്പടിക്കട്ടെ, തൃശ്ശൂർ കപ്പടിക്കട്ടെ അല്ലേ? അടുത്ത കളി കാണാൻ വരണം കേട്ടോ. അടുത്ത കളി കാണാൻ വരാം, ടിക്കറ്റ് അവനോട് ചോദിച്ചോട്ടെ. അപ്പൊ ഗൈസ് കളി കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂര് അന്താസായിട്ട് തന്നെ 2-1 തോച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ണൂരിനെ
എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ഇപ്രാവശ്യം ഇറക്കിയത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ബ്രസീലിൻ്റെ ബി ടീമൊക്കെ ഇറക്കണ പോലെ ആകുമ്പോൾ ബി ടീം ഇറക്കി കളിച്ച്. കാരണം ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കളിയായിരുന്നു. ഓക്കെ, ആവശ്യമില്ല തന്നെ അവസാന മത്സരമാണ്. ബട്ട് ജയിച്ചാലും തോറ്റാലും നമ്മൾ പൊസിഷൻ ചേഞ്ച് ആവില്ല, രണ്ടാം സ്ഥാനത്തിന് ക്വാളിഫൈ ആവും. അപ്പോൾ എന്തായാലും കളി കണ്ണൂർ ജയിച്ചിട്ടുണ്ട്. കാരണം കണ്ണൂരിനെ ജയിക്കേണ്ട കളിയായിരുന്നു. അപ്പോൾ കണ്ണൂർ ആ നിലയ്ക്ക് കളിച്ച്, കണ്ണൂർ ജയിച്ച്, ഫാൻസിൻ്റെ ആഘോഷം കണ്ടില്ല അവിടെ. സോ ദേ ഡിസേർവ് ടു വിൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ കളിയുടെ എൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ടീം ഇറങ്ങി കളിച്ച് മൂഞ്ചി പൊട്ടി, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ചെക്കന്മാർ ചോദിക്കുക കളിയെ കുറിച്ചുള്ള അഭിപ്രായം. അതിന് നമുക്ക് പ്രഭയോട് ചോദിക്കാം. പ്രഭ, കളിയെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കും. കഴിഞ്ഞ കളിയുടെ അവസാനത്തിൽ നമ്മുടെ കൂട്ടുകാർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൂരെ നിരീക്ഷിക്കാൻ ആയിരുന്നത്. അതല്ല, തൃശ്ശൂരുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആരുണ്ടാകും തിരിച്ചു വയ്ക്കേണ്ട ഒരവസ്ഥയായി പോയി ഈ കളി. വേറെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഡയലോഗ് അടിച്ച കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കൈമാറാം. കണ്ണൂരിനെ രക്ഷിക്കാൻ ആരുണ്ടാകും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിനെ രക്ഷിക്കാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു. തൃശ്ശൂർ വിട്ടുകൊടുത്തോണ്ട് മാത്രമാണ് ഇന്ന് കണ്ണൂർ ജയിച്ചത്. അല്ല, നമ്മൾ ബി ടീം ഇറക്കിയേ അങ്ങനെ അങ്ങോട്ട് വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. അപ്പൊ അവര് എടുത്തോട്ടെന്ന് വെച്ചു. അപ്പോൾ ആ കണ്ണങ്ങോട്ട് തുടക്കി, അത്രയ്ക്ക് പറയുള്ളൂ. ഇനി കിരണിൻ്റെ ചോദിക്കും. കിരൺ ഭയങ്കര ഇമോഷണലാണ്, കാരണം ഇവിടെ കിടന്ന് ഉറങ്ങരുത് തോന്നിട്ടേക്ക്. സോ കിരൺ, എന്താണ് കളിയെ കുറിച്ച് പറയാള്? കളി ഭയങ്കര ബോറായിരുന്നു. നമുക്ക് ജയിക്കേണ്ട ആവശ്യമില്ല, അവർക്കാണെന്ന് ജയിക്കേണ്ട ആവശ്യം. അവർ ജയിച്ചു. ഓൾറെഡി ക്വാളിഫൈ ടീമാണ്. നമ്മൾ ബി ടീം ഇറക്കിയാണ് കളിച്ചത്, കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി ശ്രീലാൽ ഉണ്ട്. ശ്രീലാൽ, കളിയെ കുറിച്ച് എന്താണ് പറയാള്? നമ്മൾ തോറ്റോണ്ടാണ് അവര് ജയിച്ചത്. അതെ 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 അല്ലേ? അതെ, അതൊരു പിന്നെ അവര് സെമി കയറിയിട്ടുണ്ടെങ്കിൽ അവരിഞ്ഞ് സെമി കയറുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടുവരും. അതില് നമ്മള് പി ടീം ആവില്ല, അതവരടുത്ത് പറഞ്ഞു. അതെ, അത് അത്രേ ഉള്ളൂ. ഇനി അഭിഷേക് ഉണ്ട്, മണ്ഡലംകുന്ന് ജേർണലിസ്റ്റ്. കമോൺ പറയൂ. ഭയങ്കര ബോറ് മാച്ചായിരുന്നു ഉണ്ടാവുക. വേറൊന്നും പറയല്. യമാലി കേരളത്തിലുണ്ട് ഗൈസ്, സത്യം പറഞ്ഞ ചെക്കൻ എൻജോയ്മെന്റ് എന്താണ്, അവൻ ഫുട്ബോളിനോട് അധികം ഇതില്ല. അതുകൊണ്ട് എ ടീമാണോ ബി ടീമാണെന്ന് അവൻ അറിയില്ല. അതാണ് അധികം എക്സ്പ്ലനേഷൻ ചെയ്യാണ്ടിരുന്നത്. സോ എന്തായാലും കളി മൂഞ്ചി പൊട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ സെമി ഫൈനല് തൃശ്ശൂർ കയറി, എനിക്കറിയാലോ. അപ്പോൾ സെമി കയറുക, കപ്പടിക്കുക. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞില്ല സെമിയിൽ കയറുന്ന വാക്ക് കൊടുത്തിട്ടുണ്ടായി. സെമിയിൽ കയറി, ഇനി കപ്പടിക്കുന്ന ആൾ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്പടിക്കുന്നതിന് പ്രതീക്ഷയോടെ അടുത്ത കളി കാണാം. ഓക്കെ.